എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് മലയാളം 7ൻ്റെ വീക്കെൻഡ് എപ്പിസോഡ്, സൺഡേ എപ്പിസോഡാണ് ഇന്ന് പറയാൻ പോകുന്നത്. ലാലേട്ടൻ്റെ എപ്പിസോഡാണ് ഇന്ന്. ഫസ്റ്റിലെന്ന് പറയാമല്ലോ, ഫസ്റ്റിലെന്ന് ലാലേട്ടൻ തുടങ്ങിയത് അടുക്കള വഴക്കിനെ കുറിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. മറ്റേ ഹനീഷ് ചോറ് കൊണ്ട് കളഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ ചൂല് കൊണ്ട് ബാത്റൂം തുടയ്ക്കുന്ന തൂക്കുന്ന ചൂല് കൊണ്ടുവന്നിട്ട് കിച്ചൻ്റെ പാചകം തുടച്ച കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ മുട്ടാത്തർക്കം ന്യായങ്ങളൊക്കെ അനീഷ് പറയുന്നുണ്ട്. അതെല്ലാം ഫ്ലോപ്പായി പോയി. ചമ്മിക്കൊട്ട അടിച്ചിട്ടുണ്ട് എന്തുമല്ല അനീഷ്. അതുപോലെ തന്നെ അക്ബർ ഒനിയനെക്കുറിച്ച് ബാഡ് വേഡ് ഡിവോഴ്സ് ചീത്ത വിളിച്ചൊരു കാര്യത്തെക്കുറിച്ചും ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഒരു നോർമലായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. നോർമലായിട്ട് വന്നത് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്തു കേട്ടോ. 1.5 മണിക്കൂറൊന്നും ഇല്ലായിരുന്നു ലാലേട്ടൻ്റെ. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം നവീനെ ലാലേട്ടൻ നല്ലോണം പൂരിച്ചിട്ടുണ്ട്. ഇനി കട്ടെടുത്തത് അവസാന വോണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ചീത്ത വിളിക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ രേണുവിൻ്റെ ക്ഷമ, അക്ബർ കുറേ നടന്നിട്ട് ഇങ്ങനെ ക്ഷമ ചോദിച്ചതിനെ കുറിച്ചിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. എന്തായാലും ലാലേട്ടനൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും രേണു എന്തായാലും ക്ഷമ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല രീതിയിൽ തന്നെ രേണു ക്ഷമ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണാൻ തന്നെ നല്ല ബോൾഡായിട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അത് തന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ക്യാപ്റ്റൻസിയുടെ ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച്. അതുപോലെ തന്നെ 2 ക്യാപ്റ്റൻ ഉണ്ടെന്നാണ് മോഹൻലാൽ പറഞ്ഞത്. സത്യമാണ്. അനീഷും ഷാനവാസിൻ്റെ ക്യാപ്റ്റൻസിയിൽ കയറിയിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. അതേക്കുറിച്ചൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലല്ല, ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം വഴക്കായിട്ടൊന്നും കരുതണ്ട, അത് നോർമലായിട്ട് ചോദിക്കുകയാണ് എന്തൊക്കെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം കുറേ പേരെ ഇന്നിച്ച് ചേർത്തിട്ട് കുറേ പേരെ എല്ലാം സേവ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ക്യാപ്റ്റൻസിയിൽ പെട്ടത് നമ്മുടെ അഭിലാഷ്, ആര്യൻ ആൻഡ് ജിസേലായിരുന്നു ക്യാപ്റ്റൻസിയിൽ. അവർക്ക് കൊടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ 3 റൗണ്ടിലുള്ള സൈക്കിളിൽ പോയിട്ട് കറങ്ങിയിട്ട് ഓരോരുത്തരെ ഒഴിവാക്കി തട്ടി ആരാണ് ലാസ്റ്റ് വരുന്നത് ലൈനിന് വെളിയിലാക്കുക. ആരാണ് ലാസ്റ്റ് വരുന്നത് അവരാണ് ക്യാപ്റ്റൻസി. ആദ്യം അഭിലാഷിനെ ആര്യം തട്ടിക്കളഞ്ഞു, പിന്നെ ജിസേലിനെ ആര്യം തട്ടിക്കളഞ്ഞു. അപ്പം അങ്ങനെ അടുത്ത വീക്കിലെ ക്യാപ്റ്റന് നമ്മുടെ ആര്യനായിട്ടുണ്ട്. അത് തന്നെ സൈക്കിളിൻ്റെ ടാസ്കിൽ എന്തായാലും ആര്യൻ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ സംസാരിച്ചു. പിന്നെ നോമിനേഷൻ്റെ കാര്യത്തെക്കുറിച്ച് എല്ലാവരും എണ്ണിപ്പ് ചെയ്തത് ലാസ്റ്റിൽ ശൈത്യം എണ്ണിപ്പിച്ച് നിർത്തിയിട്ട് വിഷമിപ്പിച്ചിട്ട് ലാസ്റ്റ് എന്തായാലും ഈ എവിക്ഷൻ ഇല്ലെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീക്കിൽ നമുക്ക് എവിക്ഷൻ ഇല്ലായിരുന്നു. ബിഗ് ബോസ് മലയാളം 7 ഈ വീക്കിൽ എവിക്ഷൻ ഇല്ലായിരുന്നു. മോഹൻലാൽ ടാറ്റ പറഞ്ഞ് പോയി കഴിഞ്ഞു. ലാസ്റ്റ് കഴിഞ്ഞിട്ട് കുറേ എപ്പിസോഡുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ശൈത്യ നേരെ ഉൾട്ട തിരിഞ്ഞു നമ്മുടെ അനുമോൾക്കെതിരായി. എല്ലാവരുടെയും വിചാരം അനുമോൾ ഇതുപോലെ പുറത്ത് നെഗറ്റീവ് എന്നുള്ള വിചാരത്തിലായിരിക്കും കേട്ടോ. എന്തായാലും കിച്ചൺ ടീമിൽ ആരും എല്ലാവരും ക്യാപ്റ്റൻസി എല്ലാവരും ഓരോരുത്തർക്ക് ഓരോരോ ജോലി വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാപ്റ്റൻ കിച്ചന്, വെസല്, ഫ്ലോറ്, ബാത്റൂം, അങ്ങനെ എല്ലാവരും വീതിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, ഇത് ഞാൻ ചുരുക്കി പറഞ്ഞെന്നുള്ളൂ. ഞാൻ നീട്ടി ഒന്നും പറയുന്നില്ല, ഞാൻ നോർമലായിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ.